ഇങ്ങനെ ഓരോ പാക്കേജ് കയ്യിലേക്ക് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാവുമ്പോൾ. QCY എന്ന കമ്പനിയുടെ QS2 മോഡൽ ട്വിൻ വയർലെസ് ഇയർഫോൺസ് ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. QCY അത്യാവശ്യം കേട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ പിന്നിലായി ജെന്വിൻ ആണോ എന്ന് അറിയാനായിട്ട് ഒരു സീക്രട്ട് കോഡൊക്കെ ഉണ്ട്. ഇവിടെ സ്ക്രാച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അത് വെച്ച് അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. ഞാനിത് വാങ്ങിയത് AliExpressൽ നിന്നാണ്. അവിടെ ഏകദേശം 1200 രൂപ വില വരും. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 2000 രൂപ മുതൽ അവൈലബിൾ ആണെന്നാണ് കാണുന്നത്. നമ്മളുടെ ഇയർഫോൺസ് അടങ്ങുന്ന കേസ് ഇതാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് ഡോക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചാർജിങ് കേസിന് 800 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു USB Type B ചാർജിങ് കേബിളാണ്. ഒരുപക്ഷെ Type C ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ സ്മാർട്ട് ഫോൺസ് എല്ലാം Type C ചാർജറാണ് വരുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് സ്പെയർ ഇയർഫോൺ ടിപ്പുകളാണ്. നമുക്കറിയാം ചെവിയിൽ ഇതിൻ്റെ ഫിറ്റിംഗ് നന്നായാലേ അതിന് മികച്ച സൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫിറ്റിംഗ് ചെയ്യുക. ദെൻ ഓഫ് കോഴ്സ് ഇതിൻ്റെ യൂസർ മാനുവലും ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ദൈവമേ, കട്ട ചൈനീസ്. ഇനിയിപ്പോൾ ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവും. ഇതിന് ബാക്ക് സൈഡിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ പറയുന്നത് ഇതിൻ്റെ മൾട്ടി ഫങ്ഷൻ ബട്ടനെ കുറിച്ചാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഹോൾഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇയർബഡ് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ 2 എണ്ണം ഒരുമിച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഈ മാനുവൽ നോക്കിയാൽ തന്നെ ഒരുവിധം എല്ലാ ഫങ്ഷൻസിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇനി പഠിത്തമൊക്കെ മതിയാക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച ഇയർഫോൺസ് ഒന്ന് നോക്കാം. നമ്മളുടെ ആവശ്യം അനുസരിച്ച് അറ്റ് എ ടൈം ഒരു ഇയർഫോണോ അല്ലെങ്കിൽ 2 ഒരുമിച്ചോ യൂസ് ചെയ്യാവുന്നതാണ്. കേസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും അത് ആക്റ്റീവ് ആവും. അതാണ് ആ വൈറ്റ് LED കാണിക്കുന്നത്. LED ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതിനർത്ഥം പെയറിംഗ് മോഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ഈ ഡിവൈസ് പെയർ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡായ ബ്ലൂടൂത്ത് 5.0 തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പെയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ലൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് ഫ്ലാഷ് ചെയ്യും. നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ സിംഗിൾ പർപ്പസ് ബട്ടൺ. ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും ഈ ഒരു ബട്ടണിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. പെയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ലൈറ്റ് ഇൻഡിക്കേഷനൊന്നും ഇല്ല. ഏതെങ്കിലും രീതിയിൽ സെറ്റപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആകുമ്പോഴോ മാത്രമേ ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണുകയുള്ളൂ. പല ചൈനീസ് ഇയർഫോൺസിനും ലൈറ്റ് ഒരു ശല്യമാണ്. നമ്മൾ ഇരുട്ടത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ചുമ്മാ മിന്നിക്കൊണ്ടിരിക്കും. അത് വല്ലാത്ത ഡിസ്ട്രാക്ഷനാണ്. ഇതിൻ്റെ ഫോം ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെവിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ഇയർഫോണിനും 3 മുതൽ 4 മണിക്കൂർ വരെ ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് ഇയർഫോൺസ് ചാർജിങ് കേസിൽ തന്നെ സൂക്ഷിക്കാം. ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ അത് പ്രോപ്പർ ചാർജിങ് പൊസിഷനിലേക്ക് വരും. അങ്ങനെ 100% ചാർജ് ആയിക്കോളും. അങ്ങനെ ഒരു വട്ടം ചാർജ് ചെയ്താൽ നമുക്ക് 2-3 ദിവസം വരെ ഉപയോഗിക്കാം. നമുക്ക് ഒരിക്കലും ഇവ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കേസിൽ നിന്ന് പുറത്തെടുക്കുകയും ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് കേസിലേക്ക് വെക്കുകയും ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആയിക്കോളും. ഇതിൻ്റെ മ്യൂസിക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വയേർഡ് ഇയർഫോൺസിനെ അപേക്ഷിച്ച് സൗണ്ടിൻ്റെ വോളിയം വളരെ കുറവാണ്. തെറ്റില്ലാത്ത ബേസ് എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ശബ്ദത്തിന് പതർച്ചയോ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഓഡിയോ ഫയലിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൽ HD ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയി HD ഓഡിയോ എനേബിൾ ചെയ്താൽ മതി. ഇതുപയോഗിച്ച് കോളുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ വോയിസ് വളരെ ഫീബിളായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ജോലിക്കും ബിസിനസ്സിനും വേണ്ടി ദീർഘനേരം ഫോൺ കോളുകൾ ചെയ്യേണ്ടി വരുന്നവർക്ക് ബ്ലൂടൂത്ത് ഇയർഫോണുകൾ വലിയ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഓഫീസിൽ പോകുമ്പോൾ വയർലെസ് ഇയർഫോൺസ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. വഴിയിൽ അല്പം പാട്ടും കേൾക്കാമല്ലോ. എന്നാലൊരു ദൂരയാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സ്കൾ ക്യാൻഡി ഇയർഫോൺസ് ഇല്ലാതെ പറ്റില്ല. അതാകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും പാട്ട് കേട്ടിരിക്കാം, ബാറ്ററിയെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. അതൊക്കെയല്ലേ യാത്രയുടെ ഒരു രസം. ഇനി നിങ്ങൾ പറയൂ, എന്ത് ടൈപ്പ് ഇയർഫോൺസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് അവയുടെ മെച്ചങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗുഡ് ബൈ.